നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നടക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? മുതുകുന്നി. ഏതാ സ്ഥലം? നെന്മാറ. മുതുകുന്നി ഏതാ ജില്ല? പാലക്കാട്. ഈ പാലക്കാട് ജില്ല മുതുകുന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെന്മാറ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറക്കാൻ നേരം ഗേറ്റുകൾ വരുന്നുണ്ട്, മെയിൻ റോഡുകൾ. ഇങ്ങനെ വരുന്ന സമയത്ത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസമാണ് തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. ആ ട്രിക്കുകളും ടിപ്സുകളും എന്താണ് വീഡിയോയിൽ പറയാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാൾക്ക്. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ വാഹനം ഓടിച്ചാൽ കൃത്യമായിട്ട് നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയും. ആ മിസ്റ്റേക്കും പ്രകാരം ഓടിച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്നായാലും ഏത് റോഡിലാണെങ്കിലും ഏത് സ്പേസ് കുറഞ്ഞ സ്ഥലത്താണെങ്കിലും വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡ് കിടന്നാലും, കാരണം പലർക്കും ലെഫ്റ്റ് സൈഡിൽ ഒരു വാഹനം കിടക്കുന്ന സമയത്ത് ഇതുപോലൊരു വണ്ടി ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് എത്ര തിരിക്കണം, എങ്ങോട്ട് കൊണ്ടുപോകണം, എന്താണ് ചെയ്യേണ്ടത്, വണ്ടി ലെഫ്റ്റ് സൈഡ് തട്ടുമോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പേടികളാണ് പലർക്കും. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് ഇങ്ങനെയൊക്കെയാണ്, വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഇന്ന മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ്, പലരും നമ്മൾ പറയാറുണ്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണ്, അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോള്, അതുപോലെ തന്നെ ഗിയർ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല, ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഗിയർ ഇടാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ പലതും പറയും. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് അത് തന്നെയാണോ എന്താണെന്ന് അറിയാൻ ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നാൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്തു തരാൻ കഴിയത്തുള്ളൂ. അപ്പൊ ആ മിസ്റ്റേക്കുകൾ മാറിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഇതുപോലുള്ള വളവുകളാണെങ്കിലും നമുക്ക് ഒരു മിസ്റ്റേക്ക് കാണത്തുള്ളൂ. ആ ഒരു മിസ്റ്റേക്ക് മാത്രം നമ്മൾ ചെയ്താൽ മതി, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളിലും. കാരണം നമ്മളൊരു വണ്ടി ഓടിക്കണം, എത്ര കൂട്ടം കാണിക്കണം, എന്തൊക്കെയാ? ഇപ്പൊ ഈ 5 കൂട്ടം കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈക്കും കാലം നല്ലൊരു വഴക്കം വന്നിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു മിസ്റ്റേക്ക് കാണും. ആ മിസ്റ്റേക്ക് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാം. അല്ലാതെ ചെറിയ റോഡെന്നോ വലിയ റോഡെന്നോ ഒന്നും ഈ ഒരു ഡ്രൈവിങ്ങിനകത്തില്ല. കാരണം ഇന്നടത്തൂടെ ഓടിച്ചാലേ വണ്ടി ഓടിക്കാന്നുണ്ടോ? ഏത് വഴി വേണേലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് റോഡാണ് എന്ത് ചെയ്യാം, ഓടിക്കത്തില്ലേ? അപ്പൊ നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇതുപോലെ വണ്ടികൾ ഓടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് ലൈവായിട്ട് ഇടുന്നത്. കാരണം പലരും നമ്മളോട് പറയും സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവാണ്, അപ്പൊ ചെറിയ റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ ഇതുവഴിയും ഓടിക്കാം. കാരണം അവിടെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഒരുപാട് വേണ്ടിയതല്ലേ. അപ്പൊ ഒരുപാട് സ്റ്റിയറിംഗിന്റെ ബാലൻസിന്റെ അല്ല അവിടെ കാര്യം ഇരിക്കുന്നത്, എന്തൊരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ ഒരു മിസ്റ്റേക്കുകൾ മാത്രം പറഞ്ഞു കൊടുത്തോണ്ടാണ് ഇത് കണ്ടില്ലേ, ഇത്രയും വലിയ വളവിനോട് ചെറിയ വഴിയുടെ ഇതുപോലെ കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതിപ്പോ എങ്ങോട്ട് പോകുന്ന വഴിയാ? കടമ്പിടി. 2 വഴിക്കൂടെ പോവാം അല്ലേ? ഓക്കെ. ഇങ്ങനെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഏത് ജംഗ്ഷനിലൂടെ ചെല്ലുന്ന വണ്ടി? കടമ്പിടി. ഇതിപ്പോ പാലക്കാട് തന്നെയല്ലേ? പാലക്കാട്. ഇതിപ്പോ എവിടെയാ തമിഴ്നാടിന്റെ ബോർഡർ വരുന്നത്? ഗോവിന്ദാപുരം വരും അല്ലേ? ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് പാലക്കാട്? 30. നെന്മാറയ്ക്കോ? 4 കിലോമീറ്റർ അല്ലേ? ഇതൊക്കെ വീഡിയോ നോക്കുമ്പോ നിരപ്പാട്ടാവും അല്ലേ? കയറ്റമായിട്ട് തോന്നുമോ? നല്ല കയറ്റമല്ലേ ഇത്? വലിയ പാടാ കൊടുക്കാൻ. അത്ര സ്ഥലമേ ഉള്ളു കണ്ട. വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്